നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ US മാർക്കറ്റിൽ നിന്ന് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഡേറ്റ റിലീസാവാനുണ്ടായിരുന്നു. അവിടുത്തെ പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ചുള്ള ഡേറ്റ വന്നു. നാലാമതും ജെറോം പവലിൻ്റെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ് പലിശ നിരക്കുകളിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. എന്നാൽ മുൻകാലങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള വലിയ പലിശ നിരക്ക് വർധനവിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞതെന്നും ഇൻഫ്ലേഷൻ ഇനി അവരുടെ ടാർഗറ്റായിട്ടുള്ള 2% മാറ്റുമെന്നും അതിലേക്ക് എത്തിക്കുമെന്നുള്ള പ്രസ്താവന ഓൾറെഡി ഓൾ ടൈം ഹൈ ആയിട്ടുള്ള US സ്റ്റോക്കുകളിൽ അത്ര ഗംഭീരമായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് അല്ല കൊടുത്തത്. കൂടാതെ അവിടുത്തെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി അവരുടെ സെർച്ച് എഞ്ചിൻ്റെ റവന്യൂ കുറഞ്ഞതുകൊണ്ട് 8% ഇടിവ് രേഖപ്പെടുത്തി. ഏകദേശം ഒരു 1.75 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ഗൂഗിൾ 8% ഇടിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നാസ്ഡാക്ക് ശക്തമായിട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തി, ഡോയും ഇടിവ് രേഖപ്പെടുത്തി. അതിൻ്റെ ഭാഗമെന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. നിഫ്റ്റി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ റാലി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിഫ്റ്റിയും ഫ്ലാറ്റായ രീതിയിലാണ് ഉള്ളത്. ഇന്ന് 11 മണിക്ക് നമ്മളുടെ യൂണിയൻ ബഡ്ജറ്റ് ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ വോളറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പല സെക്ടറുകൾക്ക് വകയിരുത്തുന്ന തുക അനുസരിച്ച് പല സെക്ടറുകളിൽ മുന്നേറ്റം ഉണ്ടാകും. അത് നമുക്ക് കിട്ടണമെങ്കിൽ ബഡ്ജറ്റ് കീനായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള ഇൻഫർമേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ മാർക്കറ്റിലെ ഡേറ്റയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇന്ന് FISൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്ടിവിറ്റിയാണ്. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 76% നിന്നും 70% അവരുടെ ഷോർട്ട് പൊസിഷൻ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ലോങ് പൊസിഷൻ 24 നിന്നും 30 വർദ്ധിപ്പിച്ചു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കാം. ഏറ്റവും ടോപ്പിലുള്ള ആ വാല്യൂ ഗോൾഡിൻ്റെയാണ്. $2040 പെർ ഔൺസ് എന്ന നിലയിലാണുള്ളത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് AX 200 നാലാമത്തെയാണ്. അത് ഓസ്ട്രേലിയൻ മാർക്കറ്റാണ്. 1.5% ഇടിവ്. ചൈന 1.5% ഇടിവ്. കൊറിയ ഫ്ലാറ്റ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇടിവിലാണ്. ഡാക്സ് CAC 40 FTSE എന്ന് പറയുന്നത് യൂറോപ്യൻ മാർക്കറ്റാണ്. അത് ഓൾറെഡി ക്ലോസ് ചെയ്തു. അത് റെഡിൽ ക്ലോസ് ചെയ്തു. അതിന് താഴെയുള്ളത് ബിറ്റ്കോയിൻ 42,336. അതിന് താഴെയുള്ളത് ഇന്ത്യ വിക്സ്. അതിന് താഴെയുള്ളത് ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഡോ ജോൺസ് ഇന്നലെ ക്ലോസ് ആയ US ഇൻഡെക്സാണ്. 317 പോയിൻ്റ് ഇടിവ്. നാസ്ഡാക്ക് കാണാം 345 പോയിൻ്റ് ഇടിവ്. 2.5% ഇടിവ്. US വിക്സ് കാണാം 5% സ്പൈക്ക്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഡോക്ടർ റെഡ്ഡി ഒരു 3.3% സ്പൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലും ഡോക്ടർ റെഡ്ഡി റാലി രേഖപ്പെടുത്തിയിരുന്നു. അത് റിയാക്ട് ചെയ്താകാം. മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. US ടെക്നോളജി കമ്പനീസിൽ കാണാം ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് ഗൂഗിൾ 7.5% ഇടിവ് രേഖപ്പെടുത്തി. അതിനൊന്നോളം ആപ്പിളും ഫേസ്ബുക്കും മൈക്രോസോഫ്റ്റും ടെസ്ലയും എല്ലാം തന്നെ ഇടിവിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റി 21,725 സ്പോട്ട്. മേജർ സപ്പോർട്ട് സോൺ 21,500. ഹയർ ബാറുള്ള ആ ഒരു ഹയർ ബാറുള്ള ആ ഒരു അത് സൂചിപ്പിക്കുന്നത് പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളെയാണ്. 21,500 മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. കോൾ സൈഡിലേക്ക് റെഡ് കളർ നോക്കാം. 21,900. കൂടാതെ തന്നെ 22,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ഉള്ളത്. PCR 0.7 ആണ്. അപ്പോൾ എന്താണ് PCR എന്നുള്ളത് ഒരു സുഹൃത്ത് ചോദിച്ചു. അപ്പോൾ കമൻറ്റിൽ ചോദിച്ചു. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സെയിം ഡൗട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന ശനിയാഴ്ച PCRനെ കുറിച്ചിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റിൽ പുതിയ ആളുകളെല്ലാം തന്നെ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മറ്റാളുകൾ ഇവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. മറ്റുള്ള ഏതെങ്കിലും കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ പുതിയ ആളുകൾ ചോദിക്കുകയാണെങ്കിൽ അത് അറിയാവുന്ന ആളുകൾ അത് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ചോദിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണം കിട്ടും. ഇനി നമുക്ക് FISൻ്റെ
ക്യാഷ് മാർക്കറ്റിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് പരിശോധിക്കാം. ഇന്നലെ അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 1660 കോടി രൂപക്ക് ബൈ നടത്തി. DIs 2542 കോടി രൂപക്കും ബൈ നടത്തി. ആഭ്യന്തര വിദേശകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ബൈയിങ് മോഡലാണ് ഉള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനീസ് നോക്കാം. ടൈറ്റാൻ, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, അബോട്ട് ഇന്ത്യ, ആദിത്യ ബിർള ക്യാപിറ്റൽ, ബാറ്റ ഇന്ത്യ, സിറ്റി യൂണിയൻ ബാങ്ക്, ദീപക് ഫെർട്ടിലൈസർ, ഇന്ത്യൻ ഹോട്ടൽ, ഇന്ത്യ സിമൻറ്റ്, ഡോക്ടർ ലൽപത് ലാബ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഇന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള ഇന്ന് ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് കിടക്കാം. പേടിഎം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേടിഎമ്മിന് ഫർദറായിട്ട് കസ്റ്റമേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യാനായിട്ട് വിലക്കിയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. റെലിഗിയർ എൻ്റർപ്രൈസസ് കമ്പനി, ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പായിട്ടുള്ള ബർമൻ ഫാമിലി ഫർദറായിട്ട് വീണ്ടും ഈ ഒരു കമ്പനിയിൽ നിക്ഷേപം നടത്തും എന്ന് അറിയിച്ചു. ഡിക്സൺ ടെക് നെറ്റ് പ്രോഫിറ്റ് 86% ഉയർന്ന് 97 കോടി രൂപ കരസ്ഥമാക്കി. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് നെറ്റ് പ്രോഫിറ്റ് 7% ഉയർന്ന് 581 കോടി രൂപ കരസ്ഥമാക്കി. ശ്രീ സിമൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 165% ഉയർന്ന് 734 കോടി രൂപ കരസ്ഥമാക്കി. 50 രൂപ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിൻഡാൽ സ്റ്റീൽ നെറ്റ് പ്രോഫിറ്റ് 272% ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവിജി ടോർക്ക് ട്രാൻസ്ഫർ സർവീസ് കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടി. 212 കോടി രൂപയുടെ ഓർഡർ. ഗ്ലെൻമാർക്ക് ഫാർമ, ഫൈസർ എന്ന് പറയുന്ന US ബേസ്ഡ് ആയിട്ടുള്ള ഫാർമ കമ്പനി, ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഫൈസർ. അപ്പോൾ അവരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് പുതിയ മെഡിസിൻ ഇന്ത്യയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാൻകൈൻഡ് ഫാർമ നെറ്റ് പ്രോഫിറ്റ് 55% ഉയർന്ന് 460 കോടി രൂപ കരസ്ഥമാക്കി. DB റിയാലിറ്റി കഴിഞ്ഞ തവണ 620 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഈ തവണ 463 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ശിവ ടെക്സ് യാൺ കമ്പനിക്ക് 53 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. ദീപക് നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനി ഗുജറാത്തിൽ അവരുടെ പുതിയ പ്ലാന്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. തോമസ് കുക്ക് ട്രാവൽ രംഗത്തുള്ള ലീഡിംഗ് കമ്പനി 18 കോടി രൂപയിൽ നിന്ന് 82 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ഗുജറാത്ത് ഗ്യാസ് HPC ആയിട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനായിട്ട് പുതിയ ബിസിനസ് ടൈപ്പിൽ ഏർപ്പെട്ടു. ലെക്സ് ഇൻഡസ്ട്രീസ് ഉത്തർപ്രദേശിൽ അവരുടെ പുതിയ പ്ലാന്റ് തുടങ്ങുന്നുണ്ട്. HJ ഇൻഫ്ര കമ്പനി സൗത്ത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് 570 കോടി രൂപയുടെ ഓർഡർ കിട്ടി. മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്ന് FNO ബാൻ തുടങ്ങിയ കാര്യങ്ങൾ വെബ്സൈറ്റിൽ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ബൈ ഓൾ.